നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അതിദാരുണമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. സൗദിയിൽ നിന്നും എയർപോർട്ടിലെത്തി നാട്ടിലേക്ക് മടങ്ങവേ പ്രവാസി വനിത അപകടത്തിൽപ്പെട്ട് മരിച്ചു. മലപ്പുറം ചെമ്മാട് സ്വദേശി സെലീന ഷാഫിയാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. എറണാകുളം അങ്കമാലിയിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് പ്രവാസി യുവതിക്ക് ജീവൻ നഷ്ടമായത്. സൗദിയിൽ നിന്നും ഇന്നലെ രാത്രിയോടെ മടങ്ങിയെത്തിയ സെലീന ബന്ധുക്കൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങവെയാണ് അപകടമുണ്ടായത്. രാവിലെ 5:45 അങ്കമാലി KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശത്തായിരുന്നു അപകടം ഉണ്ടായത്. ബംഗളൂരുവിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസും കൊച്ചിയിൽ നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. സ്റ്റാൻഡിലേക്ക് കയറുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസിന് പിന്നിൽ ടൂറിസ്റ്റ് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. KSRTC ലോ ഫ്ലോർ ബസിൽ മലപ്പുറത്തേക്കുള്ള യാത്രയിലായിരുന്നു സെലീന. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിലെ ചില്ല് തകർന്ന പിൻവശത്തിരുന്ന സെലീന ഷാഫി റോഡിലേക്ക് തലയിടിച്ച് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സെലീനയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബസിൽ സെലീനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ബന്ധുവിന് അപകടം നേരിൽ കണ്ടതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ഇവരെ പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. അതുപോലെ ഒരാഴ്ച മുമ്പാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ മലയാളിക്ക് വാഹനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. എറണാകുളം ഇടക്കൊച്ചി സ്വദേശി 61 വയസ്സുള്ള ലോറൻസ് വർഗീസ് ആണ് മരിച്ചത്. അമിതവേഗത്തിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചാണ് മരണം സംഭവിച്ചത്. എറണാകുളം തോപ്പുംപടിയിലാണ് പ്രവാസിയുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ അപകടം ഉണ്ടായത്. ബൈക്ക് പാർക്ക് ചെയ്ത സമീപത്തെ കടയിലേക്ക് ലോറൻസ് നടക്കുമ്പോൾ അമിത വേഗത്തിൽ വന്ന ബസ് ഇടിക്കുകയായിരുന്നു. കാക്കനാട് ഫോർട്ട് കൊച്ചി റൂട്ടിലോടുന്ന ഷാന എന്ന ബസ്സാണ് ഇടിച്ചത്. അദ്ദേഹത്തെ നാട്ടുകാർ ചേർന്ന് ആദ്യം കരുവേലപ്പിടി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് നില ഗുരുതരമായതിനെ തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇവിടെ വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൗദിയിൽ 2 പതിറ്റാണ്ടത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കുടുംബത്തോടൊപ്പം കഴിയാനായി നാട്ടിലേക്ക് മടങ്ങിയെത്തിയതായിരുന്നു. നാട്ടിലെത്തി വെറും 2 ദിവസം കഴിയുമ്പോഴാണ് വാഹനാപകടത്തിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.